നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. റാവുവിൽ കണ്ണുനട്ട്. ഗവർണറെ ഉറ്റുനോക്കി തമിഴക രാഷ്ട്രീയം. ശശികലയും OPSും തുടരുന്ന കരുനീക്കങ്ങൾക്കിടെ ഇരുപക്ഷത്തിന്റെയും അവകാശവാദങ്ങൾ കേന്ദ്രത്തെ അറിയിച്ച് ഗവർണർ വിദ്യാസാഗർ റാവു. ശശികല മുഖ്യമന്ത്രിയാകുന്നത് ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ സുപ്രീം കോടതി നിലപാടും ഇന്നറിയാം. 130 MLA-മാരുടെ പിന്തുണ അവകാശപ്പെടുന്ന ശശികലയ്ക്കെതിരെ നിയമസഭയിൽ വിശ്വാസം നേടാമെന്ന ആണയിട്ട് പനീർശെൽവം. നിയമസാധുത സാമാജികരുടെ എണ്ണത്തിനായിരിക്കെ OPSന്റെ നീക്കം ശശികലയുടെ സത്യപ്രതിജ്ഞ നീട്ടിവെപ്പിക്കാൻ. ഗവർണർ സ്വീകരിച്ച രാജി പിൻവലിക്കാൻ സാധ്യത കുറവ്. തന്നെ രാജിവെപ്പിച്ചത് നിർബന്ധപൂർവമെന്ന് ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിൽ പനീർശെൽവം. എന്നാൽ ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ മുൻനിർത്തി ശശികലയുടെ അവകാശവാദം. അന്തിമ തീരുമാനം ഗവർണറുടെ കോർട്ടിലായിരിക്കെ ഇക്കാര്യത്തിൽ നിർണായകമാവുക കേന്ദ്ര നിലപാട്. പിന്തുണയുടെ തടവുപുള്ളികൾ. മുഖ്യമന്ത്രി പദത്തിനായുള്ള മത്സരത്തിൽ ജനപിന്തുണ അവകാശപ്പെടുന്ന OPSനെതിരെ ശശികലയുടെ തുറുപ്പുചീട്ട് 130 MLA-മാർ. പിന്തുണ അറിയിച്ച മുഴുവൻ പേരെയും കൈയോടെ ഒളിവിലാക്കി ചിന്നത്തലൈവയുടെ തന്ത്രം. അജ്ഞാത കേന്ദ്രത്തിലുള്ള 130 പേർക്കും ശശികലയുടെ ചെലവിൽ സുഖജീവിതം. ബുധനാഴ്ചത്തെ പാർട്ടി യോഗത്തിൽ പങ്കെടുത്ത 130 MLA-മാരെയും ശശികല വിലക്കെടുത്തത് മോഹവാഗ്ദാനങ്ങൾ നൽകിയെന്ന് സൂചന. നക്ഷത്ര ഹോട്ടലുകളിൽ താമസിപ്പിച്ചിരിക്കുന്ന ഇവരെ മറുപക്ഷം ചാക്കിടാതിരിക്കാൻ പ്രത്യേക നിരീക്ഷണം. ശശികലയുടെ കണ്ണുവെട്ടിച്ച് ഇതിനകം മറുകണ്ഠം ചാടിയത് ഒരാൾ മാത്രം. തന്നെ പിന്തുണച്ച MLA-മാർ തടവിലല്ലെന്നും മുഴുവൻ പേരും സാമാജികരുടെ ഹോസ്റ്റലിലുണ്ടെന്നും ശശികലയുടെ വാദം. അതേസമയം ശിവാനന്ദ ശാലയിലെ MLA ഹോസ്റ്റലിൽ ഭരണകക്ഷി അംഗങ്ങളുടെ മുറികൾ പൂട്ടിയിട്ട നിലയിലെന്ന് ചെന്നൈ ലേഖകന്റെ റിപ്പോർട്ട്. ഉലയിൽ ഉരുകുന്ന ഉത്തർപ്രദേശ്. ത്രികോണ മത്സരത്തിന്റെ തീച്ചൂളയിൽ ഉരുകുന്ന ഉത്തർപ്രദേശ് നാളെ ഒന്നാം ഘട്ട പോളിംഗിന്റെ അരങ്ങിൽ. പടിഞ്ഞാറൻ UPയിലെ 15 ജില്ലകളിലായി നാളെ വോട്ട് രേഖപ്പെടുത്തുക. 73 മണ്ഡലങ്ങളിലെ 2.59 കോടി വോട്ടർമാർ. ജനവിധിയുടെ പരീക്ഷണത്തിൽ 836 സ്ഥാനാർത്ഥികൾ. ആദ്യഘട്ടം ഉൾപ്പെടുന്ന പശ്ചിമ UPയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയും BSPയും നേടിയത് 24 സീറ്റുകൾ വീതം. കോൺഗ്രസ് 5 സീറ്റിൽ ഒതുങ്ങിയ 2012-ൽ BJPക്ക് കിട്ടിയത് 11 സീറ്റ്. അജിത് സിംഗിന്റെ രാഷ്ട്രീയ ലോക്ദൾ അന്ന് 9 സീറ്റ് പിടിച്ചു. ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥികളിൽ 20% പേരും ക്രിമിനൽ കേസിൽ പ്രതികളെന്ന റിപ്പോർട്ട്. 35%-ത്തിലധികം പേർ കോടീശ്വരന്മാർ. വർഗീയ സംഘർഷങ്ങൾ പതിവായ മുസഫർ നഗറും ഷംലിയും ബൂത്തിലെത്തുന്നത് നാളെ. പ്രശ്നബാധിത മേഖലകളിൽ പ്രത്യേക സുരക്ഷ. കൊള്ളവിലയുടെ പാൽക്കണി. ചായകുടി മുട്ടിക്കുന്ന ചതിയുമായി മിൽമ പാൽ വില വർധന ഇന്ന് അർദ്ധരാത്രി മുതൽ. കവർ പാൽ ലിറ്ററിന് പരമാവധി 4 രൂപ വരെയും തൈരിന് 2 രൂപയും വർധന. കടകളിൽ നാളെ മുതൽ കാപ്പിയും ചായയും കൈക്കും. വർദ്ധിപ്പിച്ച 4 രൂപയിൽ 3 രൂപ 35 പൈസയിൽ ലഭിക്കുന്നത് ക്ഷീര കർഷകനെന്ന് മിൽമ ഡയറക്ടർ PT ഗോപാലക്കുറുപ്പ്. ക്ഷീരസംഘത്തിനും ഏജന്റിനും 16 പൈസ വീതം ലഭിക്കുമ്പോൾ മിൽമയുടെ മടിശീലയിൽ പ്രതിദിനം അധികമെത്തുക 1.85 ലക്ഷം രൂപ. മിൽമ പാൽ വില വർധനയ്ക്ക് സർക്കാരിന്റെ അനുമതി വേണ്ടെങ്കിലും ഇപ്പോഴത്തെ വർധന സർക്കാരിന്റെ മൗനാനുവാദത്തോടെയെന്ന് ചെയർമാൻ. ഭരണസമിതി യോഗത്തിൽ 4 രൂപ വില വർധനവിനെ സർക്കാർ പ്രതിനിധികൾ എതിർത്തില്ലെന്നും മാനേജ്മെന്റ്. കണി കണ്ടുണരുന്ന നന്മയ്ക്ക് നാളെ മുതൽ കൊള്ളവിലയുടെ പാൽക്കിണി. വീണ്ടും തിരിച്ചടി. സന്ദർശക വിലക്കിൽ ഡൊണാൾഡ് ട്രംപിന് വീണ്ടും തിരിച്ചടി. 7 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നിരോധിച്ച ഉത്തരവിനെതിരായ കീഴ്ക്കോടതി വിധിയിൽ ഇടപെടാനാകില്ലെന്ന് ഫെഡറൽ അപ്പീൽ കോടതി. രാജ്യത്ത് തീവ്രവാദ ഭീഷണി നിലനിൽക്കുന്നു എന്ന വാദത്തിന് വ്യക്തമായ തെളിവില്ലെന്നും നിരീക്ഷണം. കോടതി ഉത്തരവിനെ നിയമപരമായി നേടുമെന്നും രാജ്യസുരക്ഷ അപകടത്തിലെന്നും ഡൊണാൾഡ് ട്രംപ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.